ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അധിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ആഫ്റ്റർ സ്കൂൾ പ്ലസ് മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കായി പോയി. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ, പിന്നെ ക്ലാസ്സിലാണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി. എന്നിട്ട് ബേക്കിംഗ് ബുക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വീട്ടിലാണെങ്കിൽ കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങി കിട്ടുമല്ലോ കപ്പ വറുത്ത് പോലെ, അതേപോലെ ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വറുത്ത് വന്നിട്ട് ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നാളത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അത് ഞാൻ എഴുതി. പിന്നെ നാളെയാണെങ്കിൽ എനിക്ക് മാത്സിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എക്സാം ഉണ്ട്. എക്സാം എന്ന് പറയാൻ പറ്റില്ല, റീടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ മിസ് യൂണിറ്റ് ടെസ്റ്റ് പോലെ എക്സാം ഇട്ടതായിരുന്നു ഒരു പ്രാവശ്യം. പക്ഷേ എല്ലാവർക്കും മാർക്ക് കുറവായിരുന്നു, എനിക്ക് ഒട്ടും മാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മിസ് 2 ഓപ്ഷൻ തന്നു, ഒന്ന് ഇമ്പോസിഷൻ പിന്നെ ഒന്ന് റീടെസ്റ്റ്. അപ്പോൾ എല്ലാവരും റീടെസ്റ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നാളെ അതിൻ്റെ റീടെസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എനിക്ക് അത്യാവശ്യം ടോപ്പിക്കൊക്കെ അറിയാം, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ലൈവ് ഒന്നും കൂടെ ഒന്ന് പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ മാത്സിൻ്റെ ക്ലാസ്സും കണ്ടു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് സൈലത്തിൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. മിസ് ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എഴുതുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ A+ കോർണർ ഉണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് നോക്കി എഴുതിയാൽ മതി. അങ്ങനെ ഇംഗ്ലീഷൊക്കെ എഴുതി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഫിസിക്സിൻ്റെ ചെറിയൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ മോഷൻ ഇൻ എ പ്ലെയിനിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ടിലോട്ട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സൈലത്തിൻ്റെ ഗൈഡുള്ളതുകൊണ്ട് അതിലാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങ് എഴുതിയെടുത്തു. പിന്നെ നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു ഗൈസ്? ഇനി 1 മാസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം, അത് കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞാൽ ബോർഡ് എക്സാം. എത്ര പെട്ടെന്നല്ലേ +1 ഇങ്ങനെ കഴിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ പോർഷൻസൊക്കെ തീർക്കാൻ വേണ്ടി മിസ്സുമാരിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറേ പെൻഡിങ് ആയിട്ട് കുറേ പഠിക്കാനും നോട്ടാണെങ്കിൽ ഞാൻ കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റേറ്റിലോട്ട് മത്സരിക്കാൻ പോകാനായിട്ട്. അപ്പോൾ അതിന് കുറേ നോട്ട് എഴുതാൻ ബാക്കിയുണ്ട്, കുറേ ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ടിലോട്ട് എഴുതി. പിന്നെ ആണെങ്കിൽ കെമിസ്ട്രി എനിക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിസ് ഇന്ന് എടുത്ത പോർഷൻസ് നാളെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ചോദിച്ചില്ലെങ്കിൽ വെറുതെ എണീറ്റ് നിൽക്കണ്ടല്ലോ, പിന്നെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങല്ലേ. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അവസാനം എക്സാമിൻ്റെ സമയത്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്താൽ മതി. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ ആ തലേദിവസം കുത്തിയിരുന്ന് നോട്ട് ഉണ്ടാക്കി അങ്ങ് പഠിക്കണം. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോയാൽ കുറച്ചും കൂടെ ഈസി ആണല്ലോ എന്ന് വെച്ച് ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ സൈലത്തിൻ്റെ ഗൈഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഇതിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 ബുക്കായിട്ടാണ് ഉള്ളത്: ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ഇതിലാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡ് വാങ്ങണമല്ലോ എന്ന് വെച്ചപ്പോൾ സൈലത്തിൻ്റെ നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ അത് വാങ്ങി. അങ്ങനെ കെമിസ്ട്രി ഒക്കെ കുറച്ച് പഠിച്ചിട്ട് ഞാൻ പിന്നെ പോയി കിടന്നു. വന്നിട്ട് രാവിലെ ഒരു 4 മണിക്ക് അലാറം വെച്ച് വന്നിട്ട് 4-7 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. സാധാരണ ഞാൻ ഇത്ര നേരത്തെ എണീക്കുന്നതല്ല. ഇന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ബോട്ടണിൻ്റെ അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ടഫുള്ളൊരു ചാപ്റ്ററാണ് ബോട്ടണി, സുവോളജി. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അത്യാവശ്യം പഠിച്ചതാണ്. എന്നാലും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് പറയുന്നത് സൈലത്തിൻ്റെ ഗൈഡിലാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ബോട്ടണി, സുവോളജി സെപ്പറേറ്റ്ലി ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും ഒരു ഷോർട്ട് നോട്ട് പോലെയാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ബോക്സ് പോലെ ഓരോ ടോപ്പിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ കുറേ ഇല്ല, ഷോർട്ട് നോട്ട് പോലെ ആയതുകൊണ്ട് കുറച്ച് പഠിച്ചാൽ മതി. അങ്ങനെ ബോട്ടണി അത്യാവശ്യമൊക്കെ വായിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഫിസിക്സ് പഠിക്കാമെന്ന്. വെച്ചാൽ ഇന്നലെ എടുത്ത പോർഷൻസ് മിസ് ഇന്ന് ചോദിക്കും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എണീപ്പിച്ച് നിർത്തും, അല്ലെങ്കിൽ അടി കിട്ടും. എണീപ്പിച്ച് നിർത്തുകയെന്ന് വെച്ചാൽ ആ ഒരു പീരീഡ് ഫുള്ള് 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആൻസർ പറയത്തില്ല. അപ്പോൾ ഇന്നെന്തായാലും പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണീറ്റ് നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യം ഫിസിക്സ് ഒക്കെ ഒന്ന് വായിച്ച് പഠിച്ചു. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ട് പോയോണ്ടാണോ അല്ലയെന്ന് എനിക്കറിയില്ല. ഇന്ന് ആൻസർ പറയാത്തവർക്ക് മിസ് അടിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ എണീപ്പിച്ച് നിർത്താണ് എല്ലാ ദിവസവും ചെയ്യാറ്. ഇന്ന് അതുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയോണ്ട് എനിക്ക് അടി കിട്ടിയില്ല ഭയത്തിന്. അപ്പോൾ ഞാൻ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം വെളിച്ചമൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവാൻ തുടങ്ങി. 8 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.